സിദ്ധയ്യൻ! ഇവൻ വന്നൊരാള് വിളിക്കുന്നു പറഞ്ഞപ്പോ ആരാണെന്ന് മനസ്സിലായില്ല. താനായിരുന്നോ? എന്താ കാര്യം? എടാ കിഴവ, ഈ വയസ്സുകാലത്തും നിന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ലല്ലേ? പറഞ്ഞത് മനസ്സിലായില്ല. എന്നോട് പകരം വീട്ടാനാണല്ലേ നിന്റെ മകനെ വേഷം കെട്ടി അങ്ങോട്ട് അയച്ചത്? അതേടാ അതെ, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി തന്നെ. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിനക്കറിയില്ല. എവിടെ വേണമെങ്കിലും ചെന്ന് അവസാനിക്കട്ടെ, ഞാൻ സഹിക്കും. എന്നാൽ മകന്റെ ശവത്തിന് താൻ കുഴിവെട്ടിക്കോ. എന്താണ് പറഞ്ഞത്? മകന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ താൻ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊള്ളാൻ. ഇല്ലടാ ഇല്ല, ഞാൻ പിന്തിരിപ്പിക്കില്ല. നിന്നോട് പകരം ചോദിക്കാൻ കഴിവില്ലാത്തവരാണ് എന്റെ മകനെങ്കിൽ ആ മകൻ എനിക്ക് വേണ്ട. അവന്റെ അച്ഛനാണ് ഈ പറയുന്നത്. സിദ്ധയ്യൻ! മോളെ, എന്താണമ്മേ? ഇങ്ങ് വാ, ഇരിക്കേ. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? മോക്ക് പ്രഭയെ ഇഷ്ടമാണോ? പറയൂ മോളെ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. പ്രഭ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ മകളെ എനിക്കിങ്ങനെ തിരിച്ചു കിട്ടില്ലായിരുന്നോ? അമ്മ പറയുന്നത് നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നതായി അഭിനയിച്ചതാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ആ അഭിനയം അമ്മ യാഥാർത്ഥ്യമാക്കി തരാം. മോളെ, എന്റെ മോളുടെ സുഖവും സന്തോഷവുമാണ് ഇനി അമ്മയുടെ ലക്ഷ്യം. മോള് തന്നെ പ്രഭാകരനോട് ഈ വിവരം അറിയിച്ചേക്ക്. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയോ? ഈശ്വര, ഞാനിതിന് കൊച്ചമ്മയോട് എന്താണ് മറുപടി പറയേണ്ടത്? മറ്റൊന്നും പറയണ്ട. ബേബിയെ സിദ്ധയ്യന്റെ മകന് കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രഭാകരനെ ഞാൻ എന്റെ സ്വന്തം മകനെ പോലെയാണ് കരുതുന്നത്. കൊച്ചമ്മേ, ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നില്ല. അതെനിക്കറിയാം സിദ്ധയ്യ. എങ്ങനെയെങ്കിലും എന്റെ മകള് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയല്ല ഞാനിത് ആവശ്യപ്പെടുന്നത്. അവൾ അർഹിക്കുന്ന കൈകളിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ്. ഞങ്ങൾക്ക് ഇതിനെന്ത് അർഹതയാണുള്ളത്? പണവും പ്രതാപവും ഉള്ള ഒരാളെയല്ല ബേബിക്ക് ഇപ്പൊ ആവശ്യം. അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുത്തനെയാണ്. അത് കൊച്ചമ്മ, ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഇനി ഒന്നും സിദ്ധയൻ ഇങ്ങോട്ട് പറയരുത്. സിദ്ധയൻ ഈ കല്യാണം നടത്തി തരണം. കൊച്ചമ്മേ, വിവാഹത്തിന്റെ തീയതിയും കൂടി നിശ്ചയിച്ചിട്ടായിരിക്കും വരുന്നത്. എടീ സൗദാമിനി, ഇതെല്ലാം നിന്റെ ഒരു സ്വപ്നമാണെന്ന് മാത്രം നീ കരുതിയാ മതി. ഈ കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൾ നിങ്ങളുടെ മകളാണെന്ന് കരുതി ഈ വിവാഹം നടത്താൻ അനുവദിക്കണം. എന്നുവെച്ചാൽ എന്റെ കഴുത്തിൽ ഞാൻ തന്നെ കയറിട്ട് ആ സിദ്ധന്റെയും അവന്റെ മകന്റെയും കയ്യിൽ കൊടുക്കണമെന്ന്. അവരാ കയറ് വലിച്ചു മുറുക്കുമ്പോൾ അമ്മയ്ക്കും മകൾക്കും അത് കണ്ട് രസിക്കണമെന്ന്, അല്ലേ? ഒരിക്കലുമല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. എന്റെ മകളുടെ ഭാവി മാത്രമേ ഇപ്പോഴെന്റെ മുൻപിലുള്ളൂ. അത് തന്നെ, എന്റെ ഭാവി നിന്റെ മുൻപിൽ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ആ സൗദാമിനി, നമ്മൾ കൂടുതൽ സംസാരിച്ച സമയങ്ങളാണെന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കുമെന്ന് നീ കരുതണ്ട.
ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെതിരെ പറയരുത്. അവസാനമായി ഞാൻ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. മതിയല്ലോ, നീ ആവശ്യപ്പെടുന്നത് എന്റെ ജീവനല്ലേ? അല്ല, എന്റെ മകളുടെ ജീവിതമാണ്. എന്നോട് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ ഇതിനെതിരെ നിൽക്കരുത്. ഞാൻ യാചിക്കുകയാണ്. എന്റെ മകളുടെ ഭാവി അവൾക്ക് വിട്ടുകൊടുക്കൂ. വേണമെങ്കിൽ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. ഞാനെല്ലാം തകർന്നവളാണ്. എന്റെ മകളെങ്കിലും സുഖമായി ജീവിക്കാൻ അനുവദിക്കൂ. സൗദാമിനി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. എന്നെ ഒന്ന് സഹായിക്കണം. മാറി നിൽക്ക്. അവിടെ നിൽക്കണം. നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. ഒരിക്കലുമില്ല. എന്നെ നിനക്കറിയാമല്ലോ. എങ്കിൽ എന്നെ നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, നടക്കില്ല. എങ്കിൽ അതേ ശക്തിയിലും വാശിയിലും ഞാനും പറയുന്നു. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ വിവാഹം ഞാൻ നടത്തും. സൗദാമിനി, വിളിക്കണ്ട. ഞാൻ അതിനർഹനുമല്ല. പ്രഭ ഞങ്ങളുമായി ബന്ധപ്പെട്ടത് എന്തിനായിരുന്നു? നിങ്ങളെ രക്ഷിക്കാൻ. ഇപ്പോ ഞങ്ങളെ രക്ഷിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ബേബി,